നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് യാദൃശ്ചികമല്ല. ഇത് ഒരു ദൈവിക സൂചനയാണ്. നമ്മുടെ ജീവിതത്തിലെ ചില സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ജീവിതത്തിലെ ചില കാര്യങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നടക്കാത്തത്? എന്തുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ മാറാതെ തുടരുന്നത്? എന്താണ് മുന്നിലുള്ള കാലത്ത് നമ്മെ കാത്തിരിക്കുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലരുടെയും മനസ്സിൽ ഉണ്ടാകാറുണ്ട്. അപ്പോഴാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അമ്മേ എനിക്ക് വഴി കാട്ടണം, എനിക്കൊരു സന്ദേശം തരണമേ. ഇങ്ങനെ നമ്മൾ മനസ്സിൽ അപേക്ഷിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ദൈവിക തൊടുകുറി വീഡിയോയിൽ അത്തരമൊരു സന്ദേശമാണ് അമ്മ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ 3 ദൈവിക ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങൾ സാധാരണ ചിത്രങ്ങളല്ല. ഓരോ ചിത്രത്തിന്റെയും പിന്നിൽ ഒരു ദൈവിക സന്ദേശം ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. നിങ്ങളുടെ മനസ്സിനെ ആ ചിത്രം ആകർഷിക്കുന്നുവെങ്കിൽ അത് യാദൃശ്ചികമല്ല. അമ്മയുടെ അനുഗ്രഹമാണ്, ദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങളെ ആ ചിത്രത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം ചെയ്യുക. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കുക. അമ്മയെ, ദേവിയെ മനസ്സിൽ ചിന്തിക്കുക. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ രൂപം മനസ്സിൽ കാണുക. അതിനുശേഷം മനസ്സിൽ ഇങ്ങനെ പറയുക, അമ്മേ, എനിക്ക് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന മാറ്റം എന്താണ്? എനിക്കറിയേണ്ട സത്യം എന്താണ്? ഇങ്ങനെ മനസ്സിൽ ചോദിച്ച ശേഷം കണ്ണുകൾ തുറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 3 ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രം, രണ്ടാമത്തെ ചിത്രം, മൂന്നാമത്തെ ചിത്രം. ഈ 3 ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ചിത്രം മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആദ്യം തന്നെ ആകർഷിച്ച ചിത്രം ഏതാണോ ആ ഒരു ചിത്രം തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് അധികം ആലോചിക്കാതെ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ആ ചിത്രം തന്നെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പൗസ് ചെയ്ത് ഈ ചിത്രങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെനുവിനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പൊ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ദീപപ്രകാശത്തിൽ അനുഗ്രഹമായി ഇരിക്കുന്ന അമ്മയുടെ ദൈവിക രൂപമാണ്. ഇത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല, ഇത് ഒരു വളരെ വലിയ ദൈവിക സൂചന കൂടിയാണ്. ദീപം എന്തിന്റെ അടയാളമാണ്? ദീപം എന്നത് അന്ധകാരത്തെ നീക്കുന്ന പ്രകാശത്തിന്റെ അടയാളമാണ്, അല്ലെ? അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു കാലമായിട്ട് ഉണ്ടായിരുന്ന ചില ഇരുണ്ട അവസ്ഥകൾ ഇപ്പോൾ പതിയെ പതിയെ മാറാൻ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ പലപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, എനിക്ക് ഒരുപാട് ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ ശരിയായി പോകുന്നില്ല. എനിക്ക് പല പ്രശ്നങ്ങളും ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരുന്നു. എനിക്ക് മനസ്സിൽ പറയാൻ കഴിയാത്ത ഒരു ഭാരമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ചിത്രം തിരഞ്ഞെടുക്കാൻ സാധ്യത കൂടുതലുള്ളത്. അമ്മ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യ സന്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നീ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടവനോ ഒറ്റപ്പെട്ടവളോ അല്ല. അമ്മയുടെ ദൈവിക ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങൾ നമ്മെ തകർക്കാനല്ല, നമ്മെ കൂടുതൽ ശക്തരാക്കാനാണ്. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ വളരെ നല്ല മനസ്സുള്ള ആളുകളായിരിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് അതുപോലെ ആയിരിക്കണമെന്നില്ല. ചിലർ നിങ്ങളെ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടാകും, ചിലർ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടാകും, ചിലർ നിങ്ങളുടെ നല്ല മനസ്സിനെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇതെല്ലാം അമ്മ കാണുന്നുണ്ട്. അമ്മയുടെ സന്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നിനക്കുണ്ടായ അന്യായം ഞാൻ മറക്കില്ല. ജീവിതത്തിൽ നിങ്ങൾ സഹിച്ച വേദന വ്യർത്ഥമാകില്ല. അമ്മയുടെ അനുഗ്രഹം വളരെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകാൻ പോകുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ മുതൽ അടുത്ത 3 മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ കാലമായിരിക്കും. ചിലർക്ക് ഒരു നല്ല വാർത്ത ലഭിക്കും, ചിലർക്ക് ഒരു തടസ്സം മാറും, ചിലർക്ക് ഒരു സാമ്പത്തിക പ്രശ്നം പരിഹരിക്കപ്പെടും, ചിലർക്ക് നീണ്ട നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അമ്മയുടെ മറ്റൊരു പ്രധാന സന്ദേശം കൂടിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നെഗറ്റീവ് എനർജി അനുഭവപ്പെടാറുണ്ടാകാം.
കാരണമില്ലാതെ മനസ്സിൽ ഭയം വരുന്നത്, കാരണമില്ലാതെ ദുഃഖം തോന്നുന്നത്, വീട്ടിൽ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ചിലർക്ക് സംഭവിക്കുന്നുണ്ട്. അമ്മ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വീട്ടിൽ ദീപം തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഒരു ചെറിയ ദീപം തെളിയിക്കുക. അത് നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ പോസിറ്റീവ് മാറ്റം കൊണ്ടുവരും. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ ഒരു പ്രത്യേക അനുഗ്രഹത്തിന് അർഹരാണ്. നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം ഇതിനകം തന്നെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യുക. അമ്മയെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒരു ദിവസം പോലും അമ്മയെ മറക്കരുത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകൾ അമ്മയെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഒരു ചെറിയ പൂവ് പോലും അമ്മയ്ക്ക് സമർപ്പിച്ചാൽ മതി. അമ്മ നിങ്ങളുടെ മനസ്സിനെ കാണുന്നവളാണ്. ഇപ്പോൾ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ? ആ ആഗ്രഹം അമ്മയുടെ കാതിൽ എത്തിക്കഴിഞ്ഞു. അമ്മ പറയുന്നത് എന്താണെന്നറിയാമോ? അവസാനം വരെ വിശ്വാസം വിട്ടേക്കരുത്. നിങ്ങളിപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ അരികിൽ നിൽക്കുകയാണ്. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്കായി തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഒരു ചെറിയ കാര്യം ചെയ്യണം. കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതുക: അമ്മയുടെ അനുഗ്രഹം എനിക്കുണ്ടാകട്ടെ. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തമായി പ്രകടമാകാൻ ഇത് സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് അഭിഷേക സമയത്ത് അനുഗ്രഹമായി ഇരിക്കുന്ന അമ്മയുടെ ദൈവിക രൂപമാണ്. ഇത് വളരെ ശക്തമായ ഒരു സൂചനയാണ്. അഭിഷേകം എന്നത് ശുദ്ധീകരണത്തിന്റെ അടയാളമാണ്. ക്ഷേത്രങ്ങളിൽ അഭിഷേകം നടത്തുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതൽ ശക്തമായി പ്രകടമാകുന്നതിനാണ്. അതുപോലെ തന്നെ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അമ്മ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാൻ പോവുകയാണ്. നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി പല പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോയിരിക്കാം. ചില സമയങ്ങളിൽ നിങ്ങൾ വളരെ ക്ഷീണിച്ചു പോയതുപോലെ തോന്നിയിരിക്കാം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്? ഈ ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ഈ കാലം അവസാനിക്കാനിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്. അഭിഷേക ജലം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില ദോഷങ്ങളും തടസ്സങ്ങളും ഇപ്പോൾ പതിയെ പതിയെ മാറാൻ പോകുന്നു. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ വളരെ ആത്മീയതയുള്ള ആളുകളായിരിക്കും. നിങ്ങൾക്ക് ദൈവത്തിൽ വളരെ വിശ്വാസമുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ മനസ്സ് അല്പം വിഷമിച്ചിരിക്കാം. ചിലർ നിങ്ങളെ തെറ്റായി മനസ്സിലാക്കിയിരിക്കാം. ചിലർ നിങ്ങളുടെ നല്ല മനസ്സിനെ മതിച്ചിരിക്കണമെന്നില്ല. പക്ഷെ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ സത്യസന്ധത നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ നല്ല മനസ്സോടെ ചെയ്ത കാര്യങ്ങൾ ഒന്നും നഷ്ടപ്പെടുകയില്ല. അത് ഒരിക്കൽ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അടുത്ത കാലത്ത് ഒരു നല്ല വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജോലി, സാമ്പത്തികം അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട നല്ല ഒരു മാറ്റം വരാം. ചിലർക്ക് ഒരു തടസ്സം മാറും. ചിലർക്ക് നീണ്ട നാളായിട്ട് നിൽക്കുകയായിരുന്ന ഒരു കാര്യം മുന്നോട്ട് പോകും. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അമ്മയുടെ മറ്റൊരു സന്ദേശം കൂടിയുണ്ട്. നിങ്ങൾ അടുത്ത കാലത്ത് ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യണം. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അമ്മയെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ, അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് ഒരു നെയ്ദീപം തെളിയിച്ചു വയ്ക്കുക. അമ്മയെ മനസ്സിൽ പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം പറയുക. അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവളാണ്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു പ്രത്യേക അനുഗ്രഹം കൂടി ഉണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം വരാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഒരു ജോലി അവസരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മുന്നേറ്റമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ആളിന്റെ വരവായിരിക്കാം. ചിലപ്പോൾ അമ്മ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യണം: വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. അമ്മയുടെ അനുഗ്രഹം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ്. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്കായി തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഒരു ചെറിയ കാര്യം മാത്രം ചെയ്യുക. കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതുക: അമ്മയുടെ അനുഗ്രഹം എനിക്ക് ലഭിക്കട്ടെ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് അലങ്കാരഭാവത്തിലിരിക്കുന്ന അമ്മയുടെ ദൈവിക രൂപമാണ്. ഈ ചിത്രം വളരെ പ്രത്യേകതയുള്ളതാണ്.
ക്ഷേത്രങ്ങളിൽ അമ്മയെ അലങ്കരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് സമ്പൂർണ്ണ അനുഗ്രഹത്തിന്റെ അടയാളമാണ്. അമ്മയുടെ കൃപ പൂർണ്ണമായി ലഭിക്കുമ്പോൾ അമ്മയെ അലങ്കരിച്ച രൂപത്തിൽ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അമ്മ പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം വളരെ പ്രത്യേകതയുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും. എൻ്റെ ഭാഗ്യം എപ്പോൾ മാറും? എൻ്റെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ എപ്പോൾ വരും? എന്നിങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകാം. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ സമയം അടുത്തിരിക്കുന്നു. നിങ്ങൾ വളരെ കാലമായി ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വൈകിയാണ് നടന്നിട്ടുള്ളത്. പക്ഷെ ദൈവിക അനുഗ്രഹം വരേണ്ട സമയത്ത് വളരെ ശക്തമായി തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ വളരെ നല്ല ഹൃദയമുള്ള ആളുകളാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ ഇഷ്ടമാണ്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു സഹായവും ലഭിക്കാത്ത അവസ്ഥയുണ്ടായിരിക്കാം. ചിലർ നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ചിലർ നിങ്ങളുടെ വിശ്വാസം വഞ്ചിച്ചിട്ടുണ്ടാകാം. ഇതെല്ലാം അമ്മ കാണുന്നുണ്ട്. അമ്മ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ നന്മ നിങ്ങളെ ഉയർത്തും. നിങ്ങൾ നല്ല മനസ്സോടെ ചെയ്ത ഓരോ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം അനുഗ്രഹമായി തിരികെ വരും. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അടുത്ത കാലത്ത് ഒരു വലിയ സന്തോഷം ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഒരു സാമ്പത്തിക പുരോഗതി വരാം. ചിലർക്ക് ഒരു നല്ല ജോലി ലഭിക്കാം. ചിലർക്ക് കുടുംബത്തിൽ ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല മാറ്റം വരാം. അമ്മയുടെ മറ്റൊരു സന്ദേശം കൂടിയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കഴിവിനെ അവഗണിച്ചിട്ടുണ്ടാകാം. എനിക്ക് അത്ര ഭാഗ്യമില്ല, എനിക്കത് സാധിക്കില്ല എന്നിങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷെ അമ്മ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കരുതുന്നതിലും വളരെ ശക്തരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് നല്ല അവസരങ്ങൾ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക: നിങ്ങളിൽ വിശ്വാസം വയ്ക്കുക. അമ്മയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് ഒരു നെയ്ദീപം തെളിയിക്കുക ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ഒരു ചെറിയ പൂവ് പോലും അമ്മയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേരും. അമ്മ നിങ്ങളുടെ മനസ്സിനെ കാണുന്നവളാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക ആഗ്രഹമുണ്ടാകാം. അത് ഒരുപക്ഷെ ഒരു ജോലിയായിരിക്കാം, സാമ്പത്തിക മുന്നേറ്റമായിരിക്കാം, കുടുംബ സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ മനസമാധാനമായിരിക്കാം. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി വേണ്ടത് വിശ്വാസവും ക്ഷമയും മാത്രമാണ്. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്കായി തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഒരു ചെറിയ കാര്യം ചെയ്യുക. കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതുക: അമ്മയുടെ അനുഗ്രഹം എനിക്കുണ്ടാകട്ടെ. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തമായി പ്രകടമാകാൻ ഇത് സഹായിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.